ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ അലീനയുടെ മനുവിൻ്റെ നാളത്തെ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം. അപ്പം നാളെ കാണിക്കാൻ പോകുന്ന സീനിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സീനുകളൊക്കെയാണ്. അതായത് രോഹിത്ത് ബബിതയുടെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രോഹിത്തും ഹരിശങ്കറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും അതിനോടനുബന്ധിച്ച് വെള്ളാടിയും ഒക്കെ ആയിട്ട് ഒരു രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. ഹരിയുടെ കൂടെ കൂടിയത് മുതൽ തന്നെ രോഹിത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ ആകെ മാറ്റമാണ്. അപ്പോൾ അതിനെ ഉള്ള ഒരു എപ്പിസോഡാണ് നാളെ പ്രൊമോയിൽ കൂടുതലും വരുന്നത്. അപ്പം ബാലചന്ദ്രനും കൃഷ്ണമോളും ബബിതയും അലീനയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത്ത് എത്തിയിട്ടില്ല. അപ്പോൾ രോഹിത്ത് ഇതെന്താ ഇത്രയും നേരമായിട്ട് എത്താത്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ നമ്മളെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ രോഹിത്തേട്ടൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധ വയ്ക്കണം. രോഹിത്തേട്ടൻ ഒരുപാട് വൈകിയൊക്കെയാണ് പറഞ്ഞത്, അത്ര നല്ല രീതിയിലൊന്നും അല്ല പറഞ്ഞത്. അതെന്താടി മോളെ അങ്ങനെ പറഞ്ഞ്? രോഹിത്തേട്ടൻ വൈകിയാണ് വരുന്നത് വെച്ചാൽ അതിനോടൊപ്പം തന്നെ മദ്യപിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആഹാ, അതെന്താ നീ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാതിരുന്നത്? അപ്പോൾ ഉടൻ തന്നെ ബബിത ഏറ്റുപിടിച്ചു. അവൻ വലിയ മദ്യപാനിയൊന്നുമല്ല, വല്ലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ. ആണോ? എന്നും മദ്യപിക്കുന്നവരെയാണ് മദ്യപാനികളെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നവരെ മദ്യപാനികളെന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം എന്നാ ഉണ്ടായി എന്ന് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അന്ന് അലീന ചേച്ചി എറണാകുളത്ത് പോയ ദിവസം ഉണ്ടല്ലോ വെച്ചാൽ അന്നാ ഞാൻ കയ്യോടെ പിടിച്ചത്. ഞാൻ കോളിംഗ് ബെല്ല് കേട്ട് ചെന്ന് തുറന്നപ്പം രോഹിത്തേട്ടൻ വന്നായിരുന്നു. ചെന്നിട്ട് രണ്ട് കാലിൽ നിൽക്കാൻ പോലും വയ്യ, എന്നെ സ്മെല്ലായിരുന്നു, ആടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. പോയി പറഞ്ഞു കൊടുക്കടി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ പിന്നെ അച്ഛന് ദേഷ്യമാവുമെന്ന് കരുതിയിട്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാത്ത? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ മക്കൾ കാണിക്കുന്നതിലല്ല, അച്ഛൻ വഴക്ക് പറഞ്ഞാലാണ് തെറ്റ് അല്ലേ? നല്ല മക്കൾ കൊള്ളാം. എന്തായാലും ഇവരിങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രോഹിത്ത് വരെയാണ്. അപ്പോൾ രോഹിത്ത് വന്ന പാടെ തന്നെ മേളിൽ കയറി പോകാനായിട്ട് നോക്കിയപ്പം ബാലേന്ദ്രൻ ചോദിച്ചു, അവിടെ നിൽക്കുക, നീ എന്താ ഫുഡൊന്നും കഴിക്കണല്ലേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. നീ എന്താ ഇത്ര ലേറ്റായ? ഞാൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായെന്ന് പറഞ്ഞു. നീ എന്നും ലേറ്റായിട്ടൊക്കെയാണ് ആണോ പറഞ്ഞേ? അപ്പോൾ പറഞ്ഞു, ഞാനെന്ന് നേരത്തെ പറഞ്ഞ. നീ മദ്യപിക്കാറുണ്ടോ? അപ്പോഴേക്കും രോഹിത്ത് ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ കൃഷ്ണേരെ മുഖത്തോട്ട് നോക്കുകയാണ്, ഈ നാറി പറഞ്ഞു കൊടുത്തല്ലേ അച്ഛനോട് എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും കൃഷ്ണമോള് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ അവളെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞ്, ഞാൻ മദ്യപിക്കാറൊന്നുമില്ല, ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടുമില്ല. എന്നാൽ പിന്നെ ഡീസൻ്റ് ആയിരിക്കും. എടാ, നീ ഇവിടെ എന്ന് ലേറ്റായിട്ടായിട്ട് പറഞ്ഞതെന്ന് മദ്യപിച്ചിട്ടാണ് നീ ഈ വീട്ടിൽ പറഞ്ഞതെന്നുള്ളത് ഞാൻ അറിഞ്ഞുവല്ലോ. ഞാനായിരിക്കില്ല, ഞാൻ മദ്യപിക്കാറുമില്ല എന്ന് പറഞ്ഞു. അവസാനം ബാലേന്ദ്രൻ പറഞ്ഞു, മക്കൾക്ക് അല്ല, നിനക്ക് മദ്യപിച്ചുകൂടാത്ത എന്നാ? നീ ഡെയിലി കോളേജിൽ തന്നെയാണോ പോണത്? നീ കളിക്കാൻ വൈകിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാമല്ലോ, വേണ്ട പണമുണ്ട്, നിൻ്റെ തോന്നിവാസം പോലെയുള്ള ജീവിതം, അങ്ങനെയൊക്കെ. ഞാനൊരു തോന്നിവാസം കാണിച്ചില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ്? നമ്മുടെ ബാലേന്ദ്രനും രോഹിത്ത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ അവനെ വഴക്ക് പറയണ്ട. അപ്പോഴേക്കും രോഹിത്ത് അങ്ങ് മേളിൽ കയറി പോയിട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ ഈ ഒരു പ്രായത്തിൽ 10-21 വയസ്സല്ലേ, ആ ഒരു പ്രായത്തിൽ നമ്മൾ ഉപദേശിക്കാനോ വഴക്കു പറയാനോ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ദേഷ്യം വരത്തേയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ ഞാനിത് പറയണ്ടെന്ന് വെച്ചിരുന്നാലും രോഹിത്തേട്ടൻ്റെ സ്വഭാവം ആകെ മാറി വരാം. കാര്യം ഹരിയേട്ടനുമായിട്ട് കൂട്ടുകൂടിയിട്ട് രോഹിത്തേട്ടൻ്റെ സ്വഭാവത്തിന് ആകെ മാറ്റം. അപ്പോൾ അലീനയും പറഞ്ഞു, ഹരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ടാണ് രോഹിത്തിൻ്റെ വെച്ചാൽ ഈ ഒരു രീതിയിൽ എത്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഉള്ള കൂട്ടുകെട്ടും ആ ഒരു സ്വഭാവ രീതിയൊക്കെ ആകെ മുഷിഞ്ഞാണ്. ആ ഒരു ഇതുകൊണ്ട് തന്നെ അവൻ രോഹിത്തിനെ ആ ഒരു അലമ്പ് സ്വഭാവത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അച്ഛാ, അത് പറഞ്ഞ് മനസ്സിലാക്കി അവനെ അതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ രോഹിത്തിൻ്റെ ആ സ്വഭാവം തന്നെ മാറും. ആ ഒരു ഏജാണ് അവൻ്റെ എന്നിങ്ങനെ പറയാം. പക്ഷേ ഈ പറഞ്ഞ കേസ് ബബിത എതിർക്കാൻ നിന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഹരിയുടെ കേസ് അറിയാമല്ലോ. ഈ ഹരി ബബിതയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അവൻ ഇവിടെ അധികം വീട്ടിൽ വരാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് ചിന്ത ബബിതയ്ക്കറിയാം. അതുകൊണ്ട് ഹരീനെ ന്യായീകരിച്ച് പറയാനായിട്ട് ബബിത നിന്നില്ല. പറയുന്നത് ശരിയാണ് എന്ന മട്ടിൽ തന്നെ ബബിതയും നിന്നു. അങ്ങനെ കൃഷ്ണമോളും അലീനയും ഈ ഹരിയുടെ കേസ് എടുത്ത് എന്നെ ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തായാലും മക്കളൊക്കെ കൊള്ളാം, എന്തായാലും മക്കളും എല്ലാം അതിൻ്റേതായ രീതിയിൽ അവരുടേതായ ഇഷ്ടങ്ങളനുസരിച്ച് അവർ ജീവിക്കണം. ആരാ നോക്കാനുള്ളത്, ആരാ പറയാനുള്ളത്? ആകെ
ഒരു വിഷമിച്ചൊരു മട്ടാണ്. അപ്പോൾ അലീനെ കുറച്ചൊക്കെ സമാധാനിപ്പിച്ചു ബാലചന്ദ്രനെ, അച്ഛൻ ടെൻഷൻ ആവണ്ട. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒന്ന് പരിഹരിച്ച് വരുമ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളാണാവോ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പിന്നീട് നേരെ രാത്രിയൊക്കെ ആയ സമയത്ത് രോഹിത്തിൻ്റെ റൂമിലോട്ട് പോയി ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതി ഇരിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾ ഫുഡ് കഴിച്ച് ചെല്ലുമ്പോഴേക്കും രോഹിത്ത് കൃഷ്ണേനെ പൊക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണല്ലേടി പറഞ്ഞു കൊടുത്തത് അച്ഛനോട്? ആ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത്. എന്തേ അന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അച്ഛനോട് പോയി പറയടി പുല്ലേന്നല്ലേ പറഞ്ഞത്, ഇപ്പം എന്തു പറ്റി? ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രോഹിത്തേട്ടൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ രോഹിത്തേട്ടൻ്റെ സ്വഭാവമൊക്കെ മാറും. ആ ഹരിയേട്ടൻ്റെ കൂടെ കൂടി അതെ നീ നിൻ്റെ കൊച്ചു വയലിൽ വലിയ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്നും ആരുടെ കൂട്ടുകൂടണമെന്നും എങ്ങനെ നടക്കണമെന്നൊക്കെ. നീ ഉപദേശിക്കാൻ വേണ്ട. നീയും നിൻ്റെ ആ മറ്റവളുണ്ടല്ലോ അലീന, അവളും നീയും കൂടെ ചേർന്നായിരിക്കും അച്ഛനെ ഇത്ര ഇരിപ്പിച്ച് വിട്ടുകൊടുത്തത് അല്ലേ എന്നും പറഞ്ഞിട്ട് രോഹിത്ത് കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. അപ്പം കൃഷ്ണമോളും വിട്ടുകൊടുത്തില്ല. കൃഷ്ണമോളും അടുത്ത രോഹിത്ത് പറഞ്ഞു, നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞു. വാ ഇങ്ങ് വാ, എൻ്റെ കൈ അപ്പം മാങ്ങോറിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണമോളും മറുപടിയൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ക്രാഷൊക്കെ വരെയാണ്. അത് കഴിഞ്ഞ് രോഹിത്ത് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം ബാലേന്ദ്രൻ കിടക്കുന്നതിന് മുന്നേ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലാം. എനിക്ക് അങ്ങോട്ട് വരാവോ? അപ്പം രോഹിത്ത് ഒന്ന് ഞെട്ടാണ്, അച്ഛൻ റൂമിലോട്ട് വരെയല്ലേ, അപ്പോൾ ഉപദേശമായിട്ട് വന്നതായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വളരെ അതിൻ്റേതായ രീതിയിൽ, നീ ക്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോടാ, പഠിക്കുന്നുണ്ടോ, വൈകിട്ട് നീ ടർഫിൽ പോകുന്നുണ്ടോ, ഈ പ്രായത്തിലൊക്കെ നിനക്ക് നിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, അതിനുള്ള പക്വതയും കാര്യങ്ങളൊക്കെ നിനക്കായിട്ടുണ്ട്. ഞാൻ നിന്നെ ഉപദേശിക്കാനല്ല, പക്ഷെ ഒരു കാര്യം മോൻ ശ്രദ്ധിച്ചോണം, ഈ പ്രായത്തിൽ നല്ലതും ചീത്തയും കൂട്ടുകെട്ടുകൾ നിൻ്റെ ജീവിതത്തിൽ വരും. അത് മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോകാനുള്ളത് നിനക്ക് വേണം. ഞാൻ നല്ല രീതിയിലൊക്കെ തന്നെ പോകണം. നീ ആ ഹരിയായിട്ട് കൂട്ടുവെക്കാറുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അവനുമായിട്ട് കാണാറ് കൂടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, കാണാറില്ലെങ്കിൽ കൊള്ളാം, പഠിക്കാനാണ് പോകണമെങ്കിൽ കൊള്ളാം, അതല്ല കൂട്ടുകെട്ട് പഠനത്തിനാണ് പോകണമെങ്കിൽ നീ വഴിതെറ്റി തന്നെ പോവും. ഈ പ്രായം അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്, നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല. കുടുംബജീവിതത്തിൽ അച്ഛനമ്മമാരുമായിട്ട് പല പ്രശ്നങ്ങളും ഒക്കെ വരും മക്കൾ. അപ്പോൾ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആ സമയം നിങ്ങൾ ദുർനടത്തായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പോകും. പഠിച്ച് ഒരു നിലയിലെത്തി നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നല്ല രീതിയിൽ നിൽക്കണം. അല്ലാണ്ട് ഏത് രീതിയിലും പണം കിട്ടും, ലാവിഷായിട്ട് ജീവിക്കാം, മദ്യപിക്കാം, ചീത്തയായിട്ട് നടക്കാം, അങ്ങനെയൊക്കെ ചിന്താഗതിയാണെങ്കിൽ ആ രീതിയിലായി പോകത്തേ ഉള്ളൂ. നാളെ നീ ഒരു അച്ഛനാവുമ്പോഴേ നിനക്ക് ആ ഒരു വികാരം മനസ്സിലാവുള്ളൂ. രോഹിത്താണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കണം. ഉപദേശം ഞാൻ നിന്നെ ഉപദേശിക്കണമല്ല, നിൻ്റെ മുഖഭാവം കണ്ടാൽ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ കുറേയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം. ആയിക്കോട്ടെ, പഠിച്ചോ പഠിക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല, കൂട്ടുകെട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിയാണ്. നമ്മുടെ ബർത്ത്ഡേ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചൊക്കെയാണ്. അപ്പം കൂട്ടുകാരെയൊക്കെ വിളിക്കുകയാണ്. എല്ലാം പറഞ്ഞതുപോലെ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തോളാം. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ എല്ലാം തീരും. ഹരി ഓരോരുത്തരെയും വിളിച്ച് അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം പറയണം. എന്നിട്ട് ഹരി നേരെ ശരണ്യെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ഹരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കൂടിയാണ് നാളത്തെ ഏകദേശം എപ്പിസോഡ് വൈൻഡപ്പ് ആവണത്. ഇനിയിപ്പോൾ ഇവർ നമ്മുടെ ശരണ്യനെ ട്രാപ്പിലാക്കുകയായിരിക്കും. ട്രാപ്പിലാക്കുകയാണെങ്കിൽ ഒരു വൻ ദുരന്തം തന്നെയാണ്. അതിൽ രോഹിത്തും കൂടെ പെട്ട് തീർന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ട് പോയെങ്കിലും മതിയായിരുന്നു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ എന്ത് കണ്ടിട്ടല്ലേ, ഓരോ കേസ് ഇതുപോലെ പറഞ്ഞ് മയക്കി പെൺകുട്ടികളെ കൊണ്ടുപോകും. കണ്ടില്ലേ ഓരോ സംഭവങ്ങളും. അത് വന്നു കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് അത് പഠിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അത് ചിന്തിച്ച് മനസ്സിലാക്കി അവരെല്ലാം വിശ്വസിച്ച് പോവും. ആണുങ്ങൾ പറയണ കേട്ട് അതങ്ങ് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള ട്രാപ്പുകളിൽ പെട്ടു. ഇനി ഈ കുട്ടിയുടെ അവസ്ഥ എന്തായി തീരും? ഇതിൻ്റെ പിന്നിൽ ഇനി അവർ ഇത്രയും പേരും തൂങ്ങില്ലേ? ഹരിയുടെ ജീവിതം, അവൻ്റെ കൂട്ടുകാരുടെ ജീവിതം, അതുപോലെ രോഹിത്ത്, എട്ടും പൊട്ടും തിരിയാത്ത പ്രായങ്ങളാണ്. പക്ഷേ ഹരി ഇതൊന്നും കൊണ്ട് പഠിക്കില്ല കേട്ടോ. ഹരിക്ക് നല്ല 8ൻ്റെ പണി തന്നെ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഹരി എന്ന് വെച്ചാൽ ആ പണത്തിന്
മീതെ കിടന്ന് ജീവിക്കുന്ന മക്കളായതുകൊണ്ടാണ് ഈ ഒരു ലെവലിലൊക്കെ ഇതൊക്കെ പോണത്. എന്തായാലും നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ശരണ്യയുടെ കേസ് എന്തായാലും ട്രാപ്പിൽ വീഴുമായിരിക്കും മിക്കവാറും. അത് ഇനി അതിൻ്റെ പിന്നിൽ വരുന്ന പണികൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഴതോരും മുൻപേ സീരിയൽ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ട്വിസ്റ്റുകളിലാണ് പോകുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് അപ്കമിങ് എപ്പിസോഡും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അതാത് ദിവസങ്ങളിൽ പിറ്റേന്ന് വരുന്ന സീരിയൽ തലേ ദിവസം രാത്രി 9 മണിക്ക് ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.